അയ്യോ വണക്കം. ഞാൻ ഈ സൈസ് കേസ് വീണ്ടും എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും അത് എടുക്കേണ്ടതായിട്ട് വന്നു. സംഭവം നമ്മുടെ കേരളത്തിലെ ലീഡിങ് ഓൺലൈൻ സൈറ്റായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സംഖ്യകളുടെ ഏറ്റവും വലിയ രോമാഞ്ചകഞ്ചുകിതനായിട്ടുള്ള നമ്മുടെ ഷാജൻ സ്കറിയ സാറിനെ പിണറായി സർക്കാർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഷാജൻ സ്കറിയ സാറിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി ഫ്രണ്ടിൽ നിന്നവരിൽ കൂടുതലും സംഖ്യകളായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സംഘപരിവാറിലെ നേതാക്കളും BJPയിലെ നേതാക്കളും പല ആൾക്കാരും ഷാജൻ സ്കറിയ സാറിന് അസന്നിഗ്ധമായി വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും മറുനാടൻ മലയാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലിൽ പോയി വാർത്ത പോലും വായിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അത് ഞാൻ ഇവിടെ പറഞ്ഞാൽ തീർത്തും അശ്ലീലമായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതവിടെ നിന്നോട്ടെ. ഷാജൻ സ്കറിയ സാറ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഇതെന്ന് പറയുന്നത്. ഞാനത് ഇവിടെ കാണിക്കാം. ഇതാണ് ആ വാർത്ത. ചെന്നിത്തല എന്ന മുതിർന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ്റെ അധ്യായം അവസാനിച്ചുവെന്ന് കരുതിയവർക്ക് തെറ്റി. സ്വന്തമെന്നോ അന്യമെന്നോ ഇല്ല. ആയങ്കിയും വാഴോട്ടുകോണം സുഗതനും TG മോഹൻദാസും കുടുങ്ങി. മുഖം നോക്കാതെ ആഭ്യന്തര നീതി, നയതന്ത്രത്തിൻ്റെ കസേര നഷ്ടം, ഭരണത്തിൻ്റെ പവർ ഹൗസ്, ഓപ്പറേഷൻ തൂഫാൻ മുതൽ ഓപ്പറേഷൻ ഗ്രിൽ വരെ ചെന്നിത്തല ബ്രാൻഡിൽ വീണ്ടും തൻ്റെടി കേരള പോലീസ് എന്നാണ് ഷാജൻ സ്കറിയ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ സൈറ്റിൽ വാർത്ത അടിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വാർത്തയൊക്കെ പുറത്ത് വരുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കരഞ്ഞു മെഴുകാനായിട്ട് അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വാർത്ത എടുക്കുന്നത് എൻ്റെ വാർത്തയാണ്, അതേസമയം സൈറ്റിൽ വരുന്നത് എൻ്റെ വാർത്തയല്ല എന്നായിരിക്കും ഇങ്ങനെ പറയാൻ പോകുന്നത്. അതായത് സൈറ്റിൽ വരുന്ന വാർത്ത എൻ്റെതല്ല, സൈറ്റിൽ വരുന്ന വാർത്തയായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല എന്നായിരിക്കും ഈ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇയാൾ അതിഭീകരമായിട്ട് വാർത്തയൊക്കെ എടുക്കുക. അതായത് ഒരു വാർത്ത ഇയാൾ പറയുന്ന കാര്യം ആയിരിക്കില്ല അടുത്ത വാർത്തയിൽ ഇയാൾ പറയുന്നത്. അതായത് അപ്പം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പം എൻ്റെ നിലപാട് അതായിരുന്നു, ഇപ്പം എൻ്റെ നിലപാട് ഇതാണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. പിന്നെ പോരാത്തതിന് UDF അനുകൂലമായിട്ട് ഒരു 10 വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാർത്ത UDF എതിർത്ത് കൊടുക്കും. ആരെങ്കിലും നീ UDF മൂട് താങ്ങിയല്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഞാൻ UDF എതിരെയും വാർത്ത ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് ആ ഒരു വാർത്ത എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ കാണിക്കും. ഇതൊക്കെ പഴയ ടെക്നിക്കാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നാലും സംഘികൾക്ക് സന്തോഷമായി എന്ന് കരുതുന്നു. കാരണം TG മോഹൻദാസിനെ അടക്കമുള്ളവരെ കേരള പോലീസ് കുടുക്കി എന്ന് പറഞ്ഞാണ് നമ്മുടെ ഷാജൻ സ്കറിയ അണ്ണൻ വാർത്ത കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് ഷാജൻ സ്കറിയ അണ്ണൻ്റെ ചാനലിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ UDF പൂഴ്ത്തുന്നതല്ലാതെ ഒരു വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷാജൻ സ്കറിയ ഒരു കോൺഗ്രസ് ഏജൻ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നീ പോടാ, അദ്ദേഹം കറകളഞ്ഞ ഒരു സംഘപ്രവർത്തകനാണ് എന്നാണ് ഇവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയ തന്നെ അയാളുടെ പഴയ വീഡിയോസിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിണറായി മാത്രമല്ല, അതായത് പിണറായി ഇങ്ങനെ ഊടുപാട് വിട്ട് ഓട്ടിച്ച് മുണ്ടിൽ പിടിച്ചുകൊണ്ട് പോയല്ലോ, അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് പിണറായി മാത്രമല്ല എല്ലാ കാലത്തും ഞാൻ പ്രതിപക്ഷമാണ്, അതായത് ഞാനൊരു പ്രതിപക്ഷമാണ്, ഭരണകൂടത്തെ വിമർശിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് ഷാജൻ സ്കറിയ ഇങ്ങനെ വച്ച് ഗീച്ചുകയാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ സതീശൻ ഹെലികോപ്റ്റർ എടുത്ത് പോയല്ലോ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടപ്പോൾ സതീശൻ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. സതീശൻ്റെ കൂടെ നിന്ന് ഷാജൻ സ്കറിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറി എന്നുള്ള സഭ്യമല്ലാത്ത ഭാഷയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണാകുണാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിച്ചു കീറി. ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്നു, ഇയാൾക്ക് വന്ദേ ഭാരതി ഇപ്പോൾ കൂടെ, ഇയാൾക്ക് മറ്റേ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോക്കൂടെ എന്നൊക്കെയാണ് ചോദിച്ചത്. ഈ VD സതീശൻ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയെ അപ്പം നൈസായിട്ട് ഹെലികോപ്റ്ററിൽ കയറി എന്ത് ചെയ്തു? അമ്മായി അച്ഛനെ കാണാനായിട്ട് പോയി. അമ്മായി അച്ഛനെ കാണാനായിട്ട് പോയ സമയത്ത് ഷാജൻ സ്കറിയാണ് ഒരു വാർത്ത അടിച്ചു. VD സതീശനെ എല്ലാവരും വിമർശിക്കുകയാണ്. കാരണം VD സതീശൻ പറഞ്ഞത് പിണറായി ഹെലികോപ്റ്ററിൽ പോകാൻ പാടില്ല, അത് ദുർച്ചലമാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ അമ്മായി അച്ഛനെയാണ് കാണാൻ ആര് പോയത്? നമ്മുടെ VD സതീശൻ പോയത്. VD സതീശൻ കാണാൻ പോയതിന് ഇരുന്ന് തേച്ച് വെളുപ്പിക്കുകയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഷാജൻ സ്കറിയയുടെ ന്യായമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ന്യായമാണ്. പിണറായിയാണ് അതിന് വാടക കൊടുത്തിട്ടേക്കുന്നത്. പിണറായി ഇപ്പോൾ ഇറങ്ങിയെങ്കിലും വാടക കൊടുത്ത ഡേറ്റ് കഴിഞ്ഞില്ല, കുറച്ച് നാളുകൂടെയൊക്കെ അതിൽ പോവാം, ഇങ്ങനെ ചുമ്മാ ഇട്ടില്ല തുരുമ്പെടുത്ത് പോകില്ലേ, അതുകൊണ്ട് കുറച്ച് നാളൊക്കെ അതിൽ കയറി പോവാം, അതുകൊണ്ട് അദ്ദേഹം പോയതാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ നീക്കമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂട് താങ്ങലിൻ്റെ പല വേർഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വേർഷൻ എന്ന് പറയുന്നത്, അതിഭയാനകരമായിട്ടുള്ളൊരു വേർഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ പുകഴ്ത്തുന്ന വാർത്തകളല്ലാതെ വേറൊരു വാർത്ത ആ
ചാനലിനായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഈ മാധ്യമപ്രവർത്തകർക്ക് ഓരോ ആൾക്കാർക്കും നമ്മുടെ കേരളത്തിൽ ഓരോ ടൈപ്പ് മാധ്യമപ്രവർത്തകരാണ്. ആ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയമുണ്ട്. ചില ആൾക്കാർ രാഷ്ട്രീയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ ചെയ്യും, അവർക്കൊരു ഓഡിയൻസിനെ കിട്ടും. ഷാജൻ സ്കറിയെ പോലുള്ള ആൾക്കാർ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞാണ് വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയനായിരുന്നു ഇയാളുടെ ചോറെന്ന് പറയുന്നത്. ആ പിണറായി വിജയനെ എന്ന് ഈ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയോ അന്ന് അന്നം മുട്ടിയതാണ് ഷാജൻ സ്കറിയയുടെ. അന്ന് അന്നം മുട്ടിയ ഷാജൻ സ്കറിയ ഇപ്പോൾ വി ഡി സതീശനെ കുറിച്ച് പോഴ്ത്തി വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് കോൺഗ്രസിൻ്റെ അണികൾ പോലും വരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സംഘികൾക്ക് ഇപ്പോൾ ഏറെ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതിനു മുമ്പ് സംഘികൾ ഷാജൻ സ്കറിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എളുത്ത് തള്ളക്കി വിളിയായിരുന്നു. ഷാജൻ സ്കറിയെ പറയുന്നോടാ, ഞങ്ങളുടെ ജിയെ പറയുന്നോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള തള്ളക്കി വിളിയാണ്. ഇപ്പോൾ ഷാജൻ സ്കറിയ ഓപ്പറേഷൻ ഗ്രില്ല്, ഓപ്പറേഷൻ തൂഫാൻ, ചെന്നിത്തല പറന്നടിക്കുന്നു, ചെന്നിത്തല കമന്നടിക്കുന്നു, ചെന്നിത്തലയാണെങ്കിൽ നടക്കുന്ന സ്റ്റൈൽ കണ്ടോ, ഇരിക്കുന്ന സ്റ്റൈൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കേരള പോലീസിനെ അതിഭീകരമായിട്ട് പുകഴ്ത്തുന്നു. പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ്. ഷാജൻ സ്കറിയെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഷാജൻ സ്കറിയ സത്യപ്രതിജ്ഞയ്ക്ക് എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന വലിയ പരിതാപമൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലടക്കം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ല. അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാത്തത് ഇതുകൊണ്ടാണ് കേട്ടോ എന്ന് ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ അതിനകത്ത് വി ഡി സതീശനുണ്ട്, ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് ഉമ്മ വെച്ച് എന്നോട് സംസാരിച്ചു എന്നൊക്കെ ഷാജൻ സ്കറിയ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചതാണ്. എന്തായിരുന്നാലും ഷാജൻ സ്കറിയയുടെ തനി സ്വരൂപമെന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ ഇതാണ്. ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഇയാളൊരു നിഷ്പക്ഷനായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്, കണ്ടില്ലേ ഭരണകൂടത്തിനെ അങ്ങ് തുറന്ന് വിമർശിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന ഭരണകൂടം വന്നപ്പോൾ തുറന്ന് വിമർശനമൊക്കെ നിന്നു. അത് അങ്ങ് അടഞ്ഞിട്ട് ഇപ്പം വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടി ജി മോഹൻദാസിന്, അത് സംഘികളുടെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ടി ജി മോഹൻദാസിനെ പുകഴ്ത്തി പറയുക, പോരാത്തതിന് സർസംഘചാലകിൻ്റെ വാർത്തകളോട്, അങ്ങനെ സംഘികളുടെ വ്യൂസ് ഒരുപാടും സബ്സ്ക്രിപ്ഷനും ഒരുപാട് ഒപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ ഒപ്പിച്ച് കഴിഞ്ഞ ശേഷം നൈസായിട്ട് പ്ലേറ്റ് മാറ്റി യു ഡി എഫിൻ്റെ ഭാഗത്തോട്ട് തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഷാജൻ സ്കറിയ ജി ചെയ്യുന്നത്. അതിനുശേഷം ടി ജി മോഹൻദാസ് കുടുങ്ങി. പണ്ടൊക്കെ ഷാജൻ സ്കറിയ ആണെങ്കിൽ ഇപ്പോൾ പിണറായി സർക്കാരാണ് ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നെങ്കിൽ ഷാജൻ സ്കറിയ എന്ത് ചെയ്യും? ഈ വാർത്ത ഏത് രീതിയിലായിരിക്കും ഷാജൻ സ്കറിയയുടെ ചാനലിൽ വരുന്നത്? പിണറായിയുടെ ഭരണകൂട ഭീകരത, ടി ജി മോഹൻദാസിന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഷാജൻ സ്കറിയ സ്വന്തം ചാനലിൽ വന്നിരുന്ന് പറയാൻ പോകുന്നത് ടി ജി മോഹൻദാസ് അങ്ങനെയല്ല പറഞ്ഞത്, ആ വീഡിയോ ഞാൻ കണ്ടതാണ്, ടി ജി മോഹൻദാസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു മുതിർന്ന പൗരനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയായിപ്പോയി. രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ പറന്നടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ മാത്രമേ ഷാജൻ സ്കറിയയ്ക്ക് നിലവിൽ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സംഘികളോടാണ്, ആരോടാണ്? അപ്പോൾ ശരി.